ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മേനെ ഉപദ്രവിക്കുന്ന നമുക്ക് ഫീലിംഗ് ഉണ്ടോ? 100% ഉണ്ടല്ലേ. പേടിയുണ്ടോ അവനെ? പേടിയുണ്ടോന്ന് ചോദിച്ചാൽ പിന്നെ മകളെ കൊന്നപ്പം പേടിക്കണം. അത് സ്വന്തം ചോറ് കൊടുത്ത് വയറ് കൊടുത്ത് മകൻ ചിന്തിച്ച് ആ തള്ളനെ ഉപദ്രവിച്ച് കൊല്ലുകയെന്ന് പറഞ്ഞാൽ എന്തോ അവന് ചിന്തിച്ച്. അമ്മയ്ക്ക് മക്കൾ എത്ര പേരായിരുന്നു? എനിക്ക് 3 പേര്, 2 പെണ്ണുകൾ. ഈ മരിച്ചുപോയ സിന്ധു ആണോ സിന്ധു രണ്ടാമത്തെ, മൂത്തത്? മോളോട് ഇനി ഞാൻ പറഞ്ഞ അവിടെ ഇവിടെയൊക്കെ പെശക് എനിക്കത്ര ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല അമ്മ. നമുക്ക് ആൾക്കാർ ഒരു പെശവും ഇല്ല. നമ്മളുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കുന്നു, പറയുന്നു. നമുക്കൊന്ന് ഇതൊന്നും എഴുതി പഠിച്ച് പറയുന്ന കാര്യങ്ങളല്ല. കാരണം നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് പറയുന്നു. ജനങ്ങളെല്ലാം ഇത് കാണുന്ന ആൾക്കാർ, വ്യൂസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അമ്മയുടെ വിഷമങ്ങൾ ജനങ്ങളുടെ വിഷമങ്ങളാണ്. കാരണം ഈ ചെന്താമരയും അതുപോലെ തന്നെ ഈ കോഴിക്കോട് അന്ന് 5 പേരെ കൊലപ്പെടുത്തിയ അഫാനൊക്കെ ആണെങ്കിലും അതൊക്കെ ജനങ്ങളാണ് അത് നെഞ്ചിലേറ്റത്. ജനങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് തന്നെ കമൻ്റായിട്ടും ഷെയർ ആയിട്ടൊക്കെ വന്ന കാരണമാണ് ഇപ്പോഴും അവന് ജയിലിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ അവനും പണ്ട് ഈ 5 പേരെ കൊന്നവനും ഇതുപോലെ ജാമ്യത്തിന് ഇറങ്ങിയത്. അമ്മയുടെ പേരെങ്ങനെയാ? സരസമ്മ. അമ്മയോട് ഇവ മിണ്ടാറുണ്ടായിരുന്നോ? ഞാൻ ഈ എൻ്റെ മോള് മരിക്കുന്ന 2 ദിവസത്തേക്ക് മുമ്പേ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ വെച്ചിച്ചറാണ് താമസിക്കുന്നത്, വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇവൻ്റെ ഈ സ്വഭാവം കാരണം ഞാനിവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ഇവൻ്റെ ഈ സ്വഭാവം കാരണം അസഭ്യമായ ഭാഷകളൊക്കെ പറഞ്ഞാൽ ഞാനങ്ങ് പോയി വാടകയ്ക്ക് പോയി വെച്ചിച്ചറ താമസിക്കുകയായിരുന്നു. ഇവൻ്റെ പെരുമാറ്റ രീതികളൊക്കെ എങ്ങനെയാണ്? നീർഷം കെട്ട പെരുമാറ്റങ്ങളാണ്. കാരണം നീർഷം കെട്ട സ്വഭാവങ്ങളാണ് കാണിച്ചെടുക്കുക. ചീത്ത വിളിച്ച് ചിലപ്പോൾ ആർക്കും ഇഷ്ടമല്ല. ചീത്ത വിളിച്ചാൽ അവൻ തലമറന്ന് അവിടുത്തെ ആ പെണ്ണുമ്പിളെ ഗ്രേസി എന്ന് പറഞ്ഞ പെണ്ണാണ് വെള്ളോട് നിന്ന് ഇറങ്ങാൻ പോലും പറ്റില്ല. ഇറങ്ങുമ്പോഴേ അവനങ്ങ് വല്ലാത്ത കയറിയാണ് വിളിച്ചങ്ങ് പറയുന്നത്. പൊള്ളുകാലത്ത് അവനെ ചാടിക്കകതും അടുത്തേച്ച് വരയ്ക്കകത്ത് കയറിപ്പോയി. ഇവന് എപ്പോഴും ഈ കഞ്ചാവുന്നുണ്ട്. ഇതിനകത്ത് പോലും ഇവിടെ ചീർത്താൻ കഴിഞ്ഞത് അവിടെ കഞ്ഞി വെച്ചോണ്ട് ഇതിനകത്ത് ഇവിടെ. അല്ല, കഞ്ഞി ഇവൻ തന്നെയാണ് വെക്കുന്നത്? അല്ല, മോളാ വെച്ചോണ്ട്. ഈ ഷെഡിലാണ് കഞ്ഞി വെക്കുന്നത്, മോള് വെക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ പെരയിൽ അടുക്കളയില്ലേ? അടുക്കളയെല്ലാം പൊളിച്ചു കളഞ്ഞായിരുന്നു. പോവുകയായിരുന്നു. അത് തന്നെ തെക്കുവടക്ക് അടുപ്പിരുന്നപ്പോൾ ഞാൻ അതിനവിടെ കുഞ്ഞിന് കഞ്ഞി വെക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തത് അവിടെ. എന്നിട്ട് ഞാനങ്ങ് പോയി. ഇവിടെ തങ്ങുകയല്ല, എന്തൊരാവശ്യത്തിന് വിളിച്ചാൽ ഞാൻ വരും, അത്രേ ഉള്ളൂ. ഇവിടെ ലോട്ടറി കച്ചവടം ഇത്. അങ്ങനെ ഈ പിള്ളേരെ വളർത്തിക്കൊണ്ടിരുന്നത്. അവൻ്റെ തന്ത മരിച്ചു, 4 വയസ്സ് മരിച്ചു ഈ കൊന്ന അവൻ്റെ തന്ത. ഇടയിൽ ഒരുക്കണം. അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. അത് ആലപ്പുഴയാണ്, മണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ ഇങ്ങനെ വന്നും പോയി ഒക്കെ നിൽക്കും. കാര്യങ്ങളൊക്കെ അറിയാൻ കൊടുക്കാൻ, സൂക്ഷ്മങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ ഫോൺ വിളിക്കും. ഞാൻ പിന്നെ കാര്യങ്ങളിലൂടെ പെൺകുത്തോട്ട് ചെല്ലും. അങ്ങനെ വന്ന് ഡീറ്റെയിൽസ് ഞാൻ ചിലപ്പോൾ അങ്ങ് അതുവഴി അങ്ങ് പോകും. പിന്നെ എന്നോട് പൈസ വല്ലതും ചോദിക്കാൻ ഞാൻ എടുത്ത് കൊടുക്കും. കാരണം ഇവിടെ ഈ കഷ്ടപ്പാട് കണ്ട സഹിക്കുക അത് പോലെ. ഈ പൈസ എടുത്തു കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ എടുത്തു കൊടുക്കുന്നത്? മോക്കാണ് എടുത്തു കൊടുക്കുന്നത്? മോക്ക് കൊടുക്കുന്ന. ഈ മോള് എന്താവശ്യത്തിനായിട്ടാണ് അമ്മയോട് ചോദിക്കുന്ന പൈസ? എന്താ മകനെ സഹായിക്കാനാണ് ചോദിക്കുന്നത്? മകനെ സഹായിക്കാനാണ് ചോദിക്കുകയല്ലോ. ചോദിച്ചാൽ കൊടുക്കുകയില്ല ഞാൻ. ഇവൻ ഈ മകൻ മുഖേന ഇവർക്ക് ഒരുപാട് ലോണുണ്ട് വെച്ചിട്ടായിട്ട്. അങ്ങനെ അതിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ കൊടുക്കും. ഈ മകനെ സഹായിക്കാനായിട്ട് ഈ ചേച്ചിയുടെ മോന് സിന്ധു എന്ന് പറഞ്ഞ മോള് കണ്ടമാൻ ലോൺ എടുത്തിട്ടുണ്ടോ? ലോണ് എൻ്റെ അറിവിൽ 4 ഉണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെ എടുത്തേക്കുന്നത്? വെച്ചിച്ചറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കണ്ടെന്നൊക്കെ എനിക്ക് അതിനെപ്പറ്റി സൂക്ഷിച്ചു. വേറെ എടുത്തിരിക്കുന്നത് എവിടെ നിന്നോ ഈ കുഞ്ഞിനെ പഠിപ്പിക്കണം, ചേർക്കണേ. ഈ മോള് എന്താ അമ്മയോട് പറഞ്ഞിരിക്കും? ഇപ്പം ഇനി മോള് എന്താണേലും ഈ ലോകവാസം വിട്ടുപോയി. മോള് എന്നോട് പറഞ്ഞേക്കാളും കൂടുതലും എൻ്റെ മൂത്ത മോളോടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിഷമിക്കുന്നത് എന്നോട് കൂടുതൽ പറയാം. പിന്നെ ചേർത്തി ഇവർ തമ്മിലുള്ള ഒരു ഇതുപോലെ. അതെല്ലേ. ചേച്ചി എവിടെയായി ചേച്ചി താമസിക്കുന്നത്? അതെല്ലേ. ചേച്ചി വിഷമമുണ്ട്, എന്തായാലും ചോദിച്ച് പോകാതിരിക്കാൻ വയ്യ. എന്താ ചേച്ചി ഈ സിന്ധു എന്ന് പറഞ്ഞ അനിയത്തി പറയാറുള്ളത്? നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്? 3-4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടല്ലേ. വേറെ ഒരാൾ കൂടെ ഉള്ളത് അതാരാ? നിങ്ങൾ 3 മക്കളല്ലേ? ആങ്ങള എന്ത് ചെയ്യുന്നു? ചേച്ചി ഇവിടെ വരാറുണ്ടോ? ഞാൻ വരാറുണ്ട്, വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് വരാറില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെ ആണെങ്കിൽ നമ്മളോട് പറയുന്ന രീതി വേറെയൊക്കെയാണ്. കാരണം ഒരു മകൻ എന്നുള്ളൊരു നിലയ്ക്കൊന്നും എന്നോട് പെരുമാറിയിട്ടില്ല. കാരണം അത് കാരണം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അനീത്തിയോട് മാത്രം, അനീത്തി ആയാലേ കൊച്ചു മാത്രം, അവർ ആളോട് മാത്രമുള്ള സഹകരണമുള്ളൂ. ഇവനോട് ഞാൻ വലിയ സഹകരണം ഒന്നും. കാരണം വെച്ചാൽ ഇവരിത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഇവൻ്റെ സ്വഭാവങ്ങൾ വേറെ രീതി, മോശമായ രീതിയാണ്. അപ്പോൾ അത് കാരണം അതിനോട് ഞാൻ ഇവനുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല. വീട്ടിലും വരുത്തിക്കില്ല. എൻ്റെ വീട്ടിൽ വരുത്തത്തില്ല. അനീത്തിയും ഇളയ കൊച്ചും മാത്രമേ വരുത്തുള്ളൂ.
ഈ സിന്ധി ചേച്ചി എന്തായിരുന്നു ചേച്ചിയുടെ ഇവൻ്റെ ഉപദ്രവങ്ങളെ കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ ചോദിക്കാൻ മേലെ. ഇവന്റെ ഉപദ്രവങ്ങളെ കുറിച്ച് അങ്ങനെ പറയത്തില്ല. ഇവൻ തെറി പറയുന്ന ചീത്ത പറയുന്ന അങ്ങനൊക്കെ പറയത്തുള്ളൂ. പക്ഷെ ഇവളൊന്നും വിട്ട് നമ്മളോട് പറയില്ല. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അവ ഇഷ്ടമല്ല. തുറന്ന് സംസാരിക്കില്ല, അങ്ങനെ കുറ്റപ്പെടുന്ന അവനെ ആര് കുറ്റപ്പെടുത്തി സംസാരിച്ചാലും അവർക്ക് ഇഷ്ടമല്ല. അത്ര പൊന്നു പോലെയാണ് അതുപോലെ കാണുന്നത് കരുതിക്കൊണ്ടിരുന്നത്. കാരണം ഐഡിയ ഞാൻ പറയടി, അവൻ ഇത് പോണ കണ്ട 10-26 വയസ്സായ മാനാ, നീ ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം വൈകിളി പോലെ ഇരിക്കുന്നത് അവള്, ആരോഗ്യമൊന്നുമില്ല നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണ്ടി, നീ ചിലവിന് കൊടുക്കേണ്ട 10-26 വയസ്സായത്, അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിക്കട്ടെ. അപ്പോൾ ഇവള് പറയുന്നത് ഞാൻ ചാകുന്നോളം വരെ അല്ലേ കൊടുക്കാൻ ഒക്കുള്ളൂ, ഞാൻ ചത്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആര് കൊടുക്കും, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ മക്കളെ പറയുന്ന ഇഷ്ടമല്ലായിരുന്നു അത്. അപ്പോൾ അവർ തെറ്റ് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇവൾ അതെല്ലാം നമ്മളോട് മറച്ച് വെച്ച് ആണ് പെരുമാറിക്കൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പറയും അത് സാരമില്ല, അവൻ്റെ അറിയില്ലായ്മ കൊണ്ടല്ലേ, അല്ലെ കേസ് കൊടുക്കാൻ പറയുമ്പോൾ അവൾ പറയാം അവൻ്റെ ഭാവിയെ ബാധിക്കും. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഇവനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വീണായിരുന്നു അവള്. ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ വല്ല ഇവിടെ വെച്ച് ഉണ്ടാക്കിയവനാ? ഇവിടെ വെച്ച് ഇവരൊന്നും ചീത്തയാ, ഒരമ്മയെന്നുള്ളൊരു നിലയിലല്ലേ ഇവന് അവളോട് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത്. ചില വെറുതെക്കാരോട് പോലും ഇത് പോണക്കത്തെ ചീത്തകൾ പറയില്ല, അത് പോണക്ക് ഒരു തെറിയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇവനാണെങ്കിൽ ഞാൻ നേരത്തെ തൊട്ടേ ഉള്ളു പറയും, ഇവൻ ഈ ഉപയോഗിക്കുമ്പോൾ ഈ കഞ്ചാവൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പല പ്രാവശ്യം ഇവനിൽ നിന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുമ്പോൾ അവൾ പറയുന്നത് ജോലി സാരമില്ല, ആരും അറിയണ്ട, എൻ്റെ മോനല്ലേ, ഞാൻ ജനിപ്പിച്ച് പോയതല്ലേ, അതുകൊണ്ട് പറയുമൊന്നും വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഇവളോട് എനിക്കൊരു ചെറിയൊരു പിണക്കം പോലുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവൻ തെറ്റ് കാണിച്ചാലും ഇവനെ ഈ സപ്പോർട്ടടിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഒരു ശരിയൊരു നീസം ഉണ്ട് ഇവളോട്, അതിലേ ഉള്ളൂ, അല്ലാതെ ഇവളോട് ഒരു കുഴപ്പമില്ല. അനിയൻ കൊച്ചാണേലും പറയാം അമ്മ എല്ലാത്തിനും അവന് സപ്പോർട്ട് അടിക്കല്ലേ, പിന്നെ അമ്മ എന്നത്തിന് ഇവനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ, അതിനകത്ത് അമ്മ എന്തിനാ മുന്നിൽ ചെന്നിട്ട് ആടി ഇവനെ രക്ഷപ്പെടുത്തുന്നത്, അവൻ കുറച്ച് കഴിഞ്ഞിട്ട് അനുഭവിക്കട്ടെ. അപ്പോഴും ഇവള് പറയുന്നത് അവനോട് പറഞ്ഞു, അല്ല ആദ്യം ഞാൻ അവനെ കണ്ടത്, അത് കഴിഞ്ഞാൽ നിന്നെ കണ്ടത്, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമായിരുന്നു ഇവനെന്ന് പറഞ്ഞാൽ ഇവന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമ്മ ഏതാ പെങ്ങളേതാ എന്നറിയത്തില്ല, അതൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയല്ല ഞാൻ, പക്ഷേ എന്നോട് പോലും ഒരു മോശമായ രീതിയിൽ അവൻ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സഫിയാണോ ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞ മോശമായിട്ട് അവൻ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ എൻ്റെ വീട്ടിൽ അവനെ കയറ്റാതായത്. അപ്പോൾ അത് അവക്കറിയാം. പക്ഷേ ചേട്ടനോട് ഇഷ്ടമായിരുന്നു, അങ്ങനൊക്കെ ഒരു സ്വഭാവം അവന് ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കയറത്തില്ലായിരുന്നു. ഈ അരവിന്ദനെ എത്ര വയസ്സിലാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് കയറണം തീരുമാനിച്ചേ? അവനിപ്പോൾ 26 വയസ്സല്ലേ. ഇപ്പം അവൻ അങ്ങനെ ഇപ്പം എന്നോട് പെരുമാറി 1 വർഷം മുമ്പാണ് അങ്ങനെ സംഭവം ഉണ്ടായത്. 1 വർഷമായി. 1 വർഷം മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ഞാൻ അത് ഇവളോട് പറഞ്ഞടി, അവന് മോശമായ സ്വഭാവമാണ്, അപ്പോൾ അവൻ ഇന്ന രീതിയിൽ എന്നോട് പെരുമാറി. അപ്പം എങ്ങനെ പെരുമാറി വെച്ചാൽ ഒരു ദിവസം ഇവന് വീട്ടിൽ വന്നപ്പം വീട്ടിൽ വരാൻ കാരണം വെച്ചാൽ ഇവനെ എങ്ങാണ്ട് പോയി ആരാണ്ട് കൂട്ടുകാരുമായിട്ട് പോയിട്ട് വണ്ടിയെന്ന് വീണ് ആക്സിഡൻ്റ് ഉണ്ടായി. വണ്ടിയെന്ന് വീണ് വെച്ചാണെങ്കിൽ അങ്ങനെ ചോര ഒലിപ്പിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇവൻ്റെ കൂട്ടത്തിൽ പോകുന്ന ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അവരുടെ വാതൊക്കെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്, വണ്ടി മറിയുന്നത്. അപ്പോൾ ഇവള് കള്ളക്കടം മേടിച്ചാണ് ഇവന് ബൈക്ക് മേടിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ബൈക്ക് എന്നാൽ വീണേ വീട്ടിൽ ഓടി വന്നപ്പം പിന്നെ വന്നിട്ട് എന്നെ വിളിച്ച്. അപ്പം എൻ്റെ മൂത്ത മോൻ ഇറങ്ങി ചെന്നേ. അപ്പോൾ എന്നാടാന്ന് ചോദിച്ച് ഇറങ്ങി ചെന്നപ്പോഴത്തേന് ഒരു കയ്യെ ഇത്രയും ഭാഗത്ത് നിന്ന് ഇങ്ങനെ ദശ പറഞ്ഞു പോയ രീതിയിൽ. അപ്പോൾ അങ്ങനുണ്ട്. അങ്ങനെ എന്നിട്ട് ചോര അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ അവൻ ചോദിച്ചത് എന്നെ പറ്റിയിടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എടാ എത്രയും പെട്ടെന്ന് എന്നെ ആശുപത്രി കൊണ്ടില്ല, ഞാൻ ചത്തു പോകുന്നത്, പെട്ടെന്ന് എനിക്കിച്ചിരി വെള്ളം തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ വെള്ളം എടുത്തു കൊടുത്തു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അവിടെ നിന്നൊരു തുണി എടുത്ത് ഇവൻ്റെ കൈ കെട്ടി, ഇതെന്നാ കാണിച്ചതാടാ, അവൾ എന്ത് ചെയ്യടാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അല്ലമ്മ ഞാൻ വിഷ്ണു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് അവനെ, അവരെല്ലാം ഒരു ഗ്യാങ്ങായിട്ട് നടക്കുന്നവന്മാരാ. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയത്, അവരുടെ ഭാഗത്തൊക്കെ വെച്ച് വണ്ടി മറിഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞു. അന്നേരത്തേനും ഞാൻ പറഞ്ഞു പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു, ഇവൻ തല കറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ആശുപത്രി ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ ഇവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, വണ്ടിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുചെന്ന് വെച്ച് അത് തന്നെയല്ല പ്രൈവറ്റ് ആശുപത്രിയാണ്, എൻ്റെ ഈ കാശില്ല, അതുകൊണ്ട് നമുക്ക് സർക്കാർ ആശുപത്രി പോകണം. ഞങ്ങൾ ഞാനും എൻ്റെ മൂത്ത മോനും കൂടി അവനെ കാഞ്ഞിരപ്പള്ളി ആശുപത്രി കൊണ്ടുപോകുന്നത്. കാഞ്ഞിരപ്പള്ളി ആശുപത്രി കാണുമ്പോൾ അനിയത്തി അറിയുന്നില്ല, അവളിവിടെ അവനെ നോക്കിയിരിക്കുക. ഇല കൊച്ചങ്ങ് വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ തന്നെയുള്ളൂ ഇവിടെ. അന്നപ്പോഴത്തേനും ഞാൻ പിന്നെ പറഞ്ഞു എന്നാൽ കൊച്ചെ നമുക്ക് ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞ് ഞങ്ങളൊരു വണ്ടി വിളിച്ച് പിന്നെ കാഞ്ഞിരപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി. കാഞ്ഞിരപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി ചെന്ന് മരുന്നൊക്കെ വെച്ച് കിട്ടി. അപ്പോൾ പൊട്ടലൊന്നുമില്ല, ഇങ്ങനെ ദശയൊക്കെ പറഞ്ഞു പോയതും കുറച്ച് അവിടെ ഇവിടെ പരിക്കുകൾ പോയി. അങ്ങനെ ഇവനെയും കൂട്ടി ഞങ്ങൾ ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ അനീതി അറിയുന്നത് ഈ കൈയൊക്കെ മുന്നേ അങ്ങനെയായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ
അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ അടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മരുന്നൊക്കെ വെക്കാൻ പോകാനായിട്ട് ഒരു ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഇവിടെ എല്ലാം മുട്ടലെല്ലാം അങ്ങ് തൊലിയെല്ലാം അങ്ങ് പോയി അങ്ങ് ചെത്തി എടുത്തേക്കുന്ന പോലെ പോയേക്കുക. ബൈക്കൊന്നും വീണ ചരൽ മണ്ണിനകത്തിന്. അങ്ങനെ ഇപ്പോൾ മരുന്ന് വെക്കാൻ പോകാനായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അപ്പോൾ ഇവളങ്ങാണ്ട് പണിക്ക് പോയതാ. വേറെ അനിയത്തി അന്ന് ലോട്ടറി കച്ചവടം ഇല്ല. അവളൊരു വീട്ടിൽ നിൽക്കും അങ്ങനെ. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ കിടക്കുക. അങ്ങനെ ഇപ്പം ഇവനെ ഇത് വെച്ച് കിട്ടാൻ അപ്പം മരുന്ന് വേറെ അവൾ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ ആയി വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വെച്ചാൽ സന്ധ്യ ആയി കഴിഞ്ഞപ്പം ഇവനെന്ത് പറഞ്ഞു, അമ്മ എനിക്ക് തീരെ വയ്യ, അന്ന് ആ ആശുപത്രിയിൽ ഒന്നുകൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരിയുടെ പോകാം. അങ്ങനെ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് രാത്രിയായി. ചോറൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും കിടന്ന് ഇവനും കിടന്ന്. അത് കഴിഞ്ഞൊരു രാത്രി ആയപ്പോഴത്തേനും ഒരു 10-11:30 ആയി കാണും. നല്ല ഉറക്കത്തിലാണ്. അപ്പോഴത്തേന് എനിക്ക് തോന്നി ആരോ കട്ടിലേ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്നു നോക്കി പെട്ടെന്ന് ഞാൻ നോക്കിപ്പോണ്ട് ഇവൻ എൻ്റെ കട്ടിലയിൽ ഇങ്ങനെ ഇരിക്കുക. അന്നേരപ്പോഴത്തേന് ഞാനങ്ങ് ഞെട്ടിപ്പോയി. കാരണം ആദ്യമായിട്ട് നമുക്കങ്ങനെ മോരാനും അങ്ങനെ കൊണ്ടല്ലേ. അപ്പം ഞാൻ ചോദിച്ചത് ഇതെന്താടാന്ന് ചോദിച്ചു. അപ്പോഴത്തേന് ഇവനിങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേന് ഇവന് എന്നിട്ട് ഇങ്ങനെ അല്ലേ ഒന്നുമില്ല, എനിക്ക് പേടിയാണ് തന്നെ കിടക്കാൻ, അതുകൊണ്ട് ഞാനിവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, നീ അവിടെ വേറെ മാറി കിടന്നാൽ മതി, കിടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് തന്നെ പേടിയാണെങ്കിൽ അപ്പോൾ എൻ്റെ മൂത്ത മോനെ വേറെ കട്ടിലേ കിടപ്പെടും. ഞാൻ പറഞ്ഞു അവൻ്റെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ആ കട്ടിലേ കിടക്കത്തില്ല. അപ്പം ഞാൻ ഓർത്തേ തന്നെ ഇവനിങ്ങനെ പറയുന്നത്. എന്നിട്ട് പിന്നെ ഇവനിങ്ങനെ പായലിങ്ങനെ കിടക്കുക. കിടന്നു കഴിഞ്ഞ് പിന്നെ രാത്രിയൊക്കെ ഒത്തിരി രാത്രിയൊക്കെ ഒരു 3 മണിയൊക്കെ ആകാറായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേനെ അപ്പോൾ എനിക്ക് തോന്നി ആരോ എൻ്റെ കാലേ തൊടുന്നു. അപ്പോൾ ഈ വെട്ടമൊന്നുമില്ല, ആരോ കാലേ തൊടുന്നു. പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഇവൻ്റെ കയ്യാണ്. അപ്പോൾ എൻ്റെ കൈ കിട്ടിയത് ലൈറ്റ് എടുത്ത് ഇങ്ങനെ അടിച്ച് നോക്കാനായിട്ട് എഴുതി നോക്കിയപ്പോൾ ഇവൻ്റെ കയ്യാണ്. ആ ലൈറ്റ് കൂട്ടി ഞാൻ ഇവൻ്റെ കൈക്കിട്ടടിച്ച്. അപ്പോൾ ഒച്ച കേട്ടോണ്ട് എൻ്റെ പിള്ളേരുണ്ട്, എൻ്റെ അമ്മ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അപ്പോൾ പിള്ളേരോട് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ പിള്ളേർ എന്നെ എൻ്റെ മൂത്ത മോനും ഇളയ മോനും എന്നെ ഇവനെ ചെയ്യുന്നതിന്, എനിക്കും 2 പിള്ളേരാണ്. അവരെന്താ ഇവനെ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു എഴുന്നേറ്റിരിക്കടാന്ന് പറഞ്ഞു. ഇവന് എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് എന്നെ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നുമില്ല, സോറി അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി ഒന്നുമല്ല, ഇതിനകത്ത് എനിക്കൊരു സോറി ആയിട്ട് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മയെ വിളിക്കണം പറഞ്ഞു. ഞാൻ രാത്രി തന്നെ ഞാൻ അവളെ വിളിച്ച്. അപ്പോൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു എന്നോട് ഇല്ലാത്ത ആ രാത്രിക്ക് ചെന്നപ്പോൾ ഫോൺ കോൾ ചെയ്തപ്പോൾ ഇവിടെ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് നാളെ രാവിലെ അവൾ പറഞ്ഞു ഒക്കോളതാണ് ഇവനെയാണ്. അപ്പോൾ എൻ്റെ പിള്ളേരാകുന്ന ചോദിച്ചു അമ്മ എന്താ പ്രശ്നമെന്ന്. അപ്പം ഞാൻ ഈ പ്രശ്നം പറഞ്ഞു പോയ ഇവനെ അവരെ എന്തോ ചെയ്യുന്നതെന്ന് എനിക്ക് പറയത്തില്ല. ചിലപ്പോൾ അവനായിരിക്കും പറ്റുന്നത്, എൻ്റെ പിള്ളേർക്കായിരിക്കും വരുന്നത്. അത് കാരണം ഞാൻ പിന്നെ മിണ്ടിയില്ല. എന്നിട്ട് നേരം വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10-10:30 കൂടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റെഡി ഇന്ന പോലെ സംഭവം, അതുകൊണ്ട് ഒരു കാര്യം എന്നെ ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയാം ഇവളന്നേരം ഇപ്പം ഇവനെ വിളിച്ചു വാ പോകാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇവളത് വിശ്വസിക്കാൻ തയ്യാറില്ല. അപ്പോൾ ഇവനാ അവളോട് പറഞ്ഞു കൊടുത്ത് ബിന്ദുവമ്മ എന്നെ അവിടെ കിടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് നുണ പറഞ്ഞു പലതും തരും, അമ്മ അത് വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവളത് വിശ്വസിച്ച്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ തെളിവില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു ശരിയൊക്കെ എന്ന് പറഞ്ഞു കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇനി മേല പറ്റും നിന്റെ വിശ്വസിച്ചില്ല. കാരണം അതുപോലൊക്കെ വിശ്വാസം ഈ മകനെ. അപ്പം ഞാൻ പറഞ്ഞു ഒത്തിരി സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ആ അനിയൻ ചെക്കനോട് പോലും അവൾക്ക് അത്രയും കാര്യമില്ലായിരുന്നു. അതുപോലൊക്കെയായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് അവനെയും കൂട്ടി അങ്ങ് വീട്ടിലങ്ങ് പോയി. ഞാൻ പറഞ്ഞു അവളോട് പറഞ്ഞു പോകാൻ നേരത്ത് പറഞ്ഞു നീയും നിൻ്റെ ഇളയ മോനും എൻ്റെ വീട്ടിൽ വരുമോ, ഞാൻ ചാവുന്നോളം വരെ എൻ്റെ വീട്ടിൽ വരുമോ, എൻ്റെ മക്കളുമായിട്ട് സഹകരിക്കുകയോ ചെയ്തോളൂ, പക്ഷെ നിൻ്റെ ഈ മോൻ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ലടി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരങ്ങ് പോയി. അതങ്ങനെ അവൻ വരാതിരിക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ. അങ്ങനെ 1 വർഷമൊക്കെ മിച്ചം കഴിഞ്ഞ് പിന്നെ ഇത് പോണക്ക് ഒരു ദിവസം പണിയും കഴിഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഇവൻ വേറെ പണിക്കൊക്കെ അങ്ങനെ JCB ഓടിക്കാനും അങ്ങനെയൊക്കെ പോകുമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി അവരൊക്കെ ആയിട്ട് വഴക്കുണ്ടായി. എല്ലാവരും തിരിച്ച് വീട്ടിൽ തന്നെ പോരും. പിന്നെ ഇവള് തന്നെ ചിലവിന് കൊടുക്കും. ഇത് തന്നെയായിരുന്നു. പിന്നെ അവൾക്ക് വീട്ടിൽ വിളിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം കാലിന് വേദന, 2 കാലിനും വേദനയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ലോട്ടറി കച്ചവടത്തിലോട്ട് അവൾ നിന്നത്. അതാ പറഞ്ഞ ഇല്ല 2 കാലും നീരാ. എന്റെ അത്ര വണ്ണമില്ല, എന്റെ അത്ര ആളുള്ളൂ. പക്ഷെ വണ്ണം എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല. ഒരു പെൻസിൽ പോലെ ഇരിക്കുന്ന ഒരു അതാ പറഞ്ഞ മരിച്ചു നേരത്തെ നമുക്ക് ടിവിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ അവളെ തൂക്കിപ്പോ 35 കിലോ കണ്ടേ ഉള്ളൂ ആകെപ്പാടെ ആള്. അത്രയ്ക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവന് തന്നെ ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ടാണെങ്കിൽ ഈ കഴിഞ്ഞൊരിടയ്ക്കൊക്കെ പിന്നെ JCB ഇറങ്ങി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി എന്നും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവനെ പോലീസുകാർ പിടിക്കാതിരിക്കാൻ ഇവള് ആരോടേലും വായ്പ വാങ്ങിച്ച് ഇത് അതിൽ നിന്ന് ഊരുവാ ഇവള് എല്ലാം കോംപ്രമൈസ് ചെയ്യുകയാണ്, പൈസ മുടക്കി ചെയ്യുക. അപ്പോഴെല്ലാം ഞാൻ പറയും എടീ നിനക്ക് അതിൻ്റെ ആവശ്യമില്ല,
നീ ഒരു പ്രാവശ്യം കണ്ണടക്കേ, നീ എല്ലാത്തിനും ഇങ്ങനെ കളിച്ചാൽ നീ ഇതിലും വലുതാവാൻ ചെയ്യുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? അപ്പോഴെല്ലാം അവൻ പറയുന്നത്, എടി എന്താ ചെയ്യാനാ, ഞാൻ അവനെ ജനിപ്പിച്ചു പോയില്ലേ, എന്ത് ചെയ്യാനാ, ഞാനല്ലാതെ വേറെ ആരാ, ഞാൻ ഇത്രയും നാളും വളർത്തിയില്ലേ, ഇത്രയും പ്രാപ്തിയാക്കിയില്ലേ, ഇതൊക്കെ നമ്മളോട് പറയുന്ന ന്യായങ്ങൾ അവള്. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയും, പിന്നെ നമുക്ക് ഇവളോട് ഇവനെക്കുറിച്ചോ ഒന്നും ചോദിക്കാൻ ഇവളോട് തോന്നത്തില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ശരി, അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. എന്നിട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് തൊട്ട് ഇവൻ ഇതാണ് അയാളെ അനിയും കൊച്ചാണത്. എന്നിട്ട് ഇവൻ KCB ടച്ചിങ് വെട്ടിന് പോകുമായിരുന്നു. ടച്ചിങ് വെട്ടിന് പോയിക്കൊണ്ടിരുന്നപ്പം ഇവനാന്നിട്ട് എൻ്റെ വീട്ടിൽ വരാതിരിക്കുമല്ലേ, എനിക്ക് KCB ടച്ചിങ് വെട്ടി, എൻ്റെ മൂത്തമ്മനും KCB ടച്ചിങ് വെട്ടിന് പോകാം. അപ്പോൾ ഇവർ ഒരുമിച്ചാണ് പോയി വരുന്നത്. അപ്പോൾ ഈ ലോട്ടറി കച്ചവടം കഴിഞ്ഞ് ഇവള് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് വരുവുള്ളൂ. അവിടെ വന്ന് കയറി ഇരുന്ന് വെച്ചാൽ ഒത്തിരി നേരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഇവള് വന്ന് വീട്ടിൽ കയറി വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പം 10-20 മിനിറ്റ് കഴിഞ്ഞ് കാണും, അവരും പണിയും കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇവള് അവനോട് പറഞ്ഞേടാ ഇവിടെ ഇറങ്ങടാ കണ്ണമ്മോനെ, അവനെ അങ്ങനെ വിളിക്കുന്ന അവള് സ്നേഹിച്ച് അങ്ങനെ തന്നെയാണ് അവൾ വിളിക്കുന്നത്. അപ്പോൾ കണ്ണമ്മോനെ നീ ഇവിടെ ഇറങ്ങടാ, നമുക്ക് ഒരുമിച്ച് പോകാൻ പറഞ്ഞു. അങ്ങനെ അവനെ ഇറങ്ങി കഴിയുമ്പോൾ അവനെ എനിക്ക് പേടി എൻ്റെ വീട്ടിലോട്ട് കയറാൻ, കാരണം ഞാൻ ഇതുവരെ അവനെ അവിടെ കയറ്റിയിട്ടില്ല. അവൻ ഇങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടൊരു തോട്ടമാണ്, പേരുടെ പറമ്പാ. അപ്പോൾ അവിടെ അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേനും ഇവളെ ഇവിടെ ഞാൻ അവിടെ നിൽക്കാം, ഇങ്ങോട്ട് പോവാം, വണ്ടി വരട്ടെ, വണ്ടി ഓട്ടോയ്ക്ക് അവരിങ്ങോട്ട് പോരുന്നത്. അപ്പം നമുക്ക് ഓട്ടോയ്ക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവള് തന്നെയാണ് ഇവനെ ആ വീട്ടിലോട്ട് വിളിച്ച് കയറ്റുന്നത്. അപ്പോൾ ഇവള് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല, കാരണം കൂടപ്പറപ്പിൻ്റെ മാനയാൽ അവള് തന്നെയാണ് വിളിച്ച് കയറ്റിയത്. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ അവിടെ അന്നത്തെ ഒരു ദിവസം വന്നേ, പിന്നെ മിക്ക ദിവസങ്ങളും ഇവൻ അവിടെ വന്ന് കയറി വെച്ച് അങ്ങനെ പോകും. കാരണം വലിയ മിണ്ടാട്ടോ സഹമൊന്നുമില്ല, ഞാനിവിടെ മിണ്ടത്തുമില്ല. അപ്പോൾ എൻ്റെ പിള്ളേരോട് മിണ്ടും. എന്നിട്ട് പിന്നെ അങ്ങ് പോയി. ഈ കഴിഞ്ഞൊരിടയ്ക്ക് ഇത് പോണക്ക് ഞങ്ങൾ എവിടെ ഞാൻ ഇത് പോണക്ക് ഇവിടെ എന്നെ വിളിച്ച് ഒരു ദിവസം വിളിച്ച്, അതായത് തിങ്കളാഴ്ച ദിവസം ഇവിടെ എന്നെ വിളിക്കുന്നു. ഈ മരിക്കുന്നതിന് മുമ്പ് ഈ തിങ്കളാഴ്ച എന്നെ വിളിക്കുന്നു. വിളിച്ചേച്ചനോട് പറഞ്ഞു മരിക്കുന്നത് വ്യാഴാഴ്ച. അല്ല വ്യാഴാഴ്ച വിളിക്കുന്നുണ്ട്, അതും പറയാം. അപ്പം തിങ്കളാഴ്ച ഇവളെന്നെ വിളിച്ച് അപ്പം എന്നടുക്കുവാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മൂത്തമ്മ പൈസ തന്നു, അമ്മ പോയി സാധനമൊക്കെ പിടിക്കണം എന്ന് പൈസ തന്നായിരുന്നു. അപ്പം ഞാൻ സാധനം മേടിക്കാനായിട്ട് പോകുന്നത്, ഞാൻ പറഞ്ഞു ഞാൻ പള്ളിക്കത്തോട് വരെ പോവാം, സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ അപ്പോൾ എന്നോട് ചോദിച്ചു നീ എപ്പോൾ പോകുന്നത്? ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോകും. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഞാൻ ചോദിച്ചു നീ ലോട്ടറി കൊണ്ട് പോയില്ലേ? ഇല്ലടി എന്നെ പെണ്ണേന്നാണ് വിളിക്കുന്നത്. ഇല്ലടി പെണ്ണെ ഞാൻ പോയില്ല, പിന്നെ എൻ്റെ കാലിന് നീരാ, അതുകൊണ്ട് ഞാൻ പോയില്ല, നടക്കാൻ വയ്യ, ഇനി 2-3 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ പിന്നെ വരുവാണെങ്കിൽ ഞാൻ പള്ളിക്കത്തോട്ടിൽ നിന്ന് മരുന്ന് മേടിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവളോട് പറഞ്ഞു എടി നടക്കാൻ വയ്യെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓട്ടോ പറഞ്ഞു വിടാം, നീ ഓട്ടോയ്ക്ക് വാ. ഇല്ലടി ഞാൻ പിന്നെ 2 ദിവസം നാളെ എങ്ങാനും വേണമെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്ക് എങ്ങാനും പോവാം, അന്നേരം ഇപ്പം നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ പോകാനായിട്ടൊക്കെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ട് ഇവളെന്നെ വിളിച്ച് എടി നീ പോയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പോകാൻ തുടങ്ങും. അപ്പോൾ ഇവളെന്ന് പറഞ്ഞ് എടി അതൊരു കാര്യം പറയണ്ട, കണ്ണമ്മോനും കൂടെ വരുന്നുണ്ട് അങ്ങോട്ട്, അവൻ്റെ തലമുടി വെട്ടണം എന്നാ പറഞ്ഞേ. അല്ലല്ല ഈ മൂത്തവൻ, ഈ ചെയ്തവൻ, ഈ കൊലപാതകം ചെയ്തവൻ, അവളെ അങ്ങനെ വിളിക്കുന്നവനെ, ദുഷ്ടനെ. അപ്പം കണ്ണമ്മോനും കൂടെ വരുന്നുണ്ട്, നീ അന്ന് ഒരു കാര്യം ചെയ്യും. അപ്പം ഇവൻ പേടിച്ചിരിക്കുവാന്നും പറഞ്ഞ് ഇവന് ഭയങ്കര വെപ്പഴളവാ. പേടിച്ചാ അത് ഇവനെ മനസ്സിൽ ഇവളെ ഇങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കുക, ഇവന് പേടി കിട്ടിയതാ, പിന്നെ ഇവനെ ആരോട് കൊല്ലാൻ വരുന്നത്, ഇതൊക്കെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുക. കാരണം ഇവളല്ലേ ഈ പൊട്ടി ഇവളങ്ങ് വിശ്വസിക്കുക. പക്ഷെ ഇവൻ ഇവളെ മനസ്സിലാക്കി എടുക്കുന്ന ഭാഗമായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു എടി അവനെ കൂടെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു അവനെയും കൊണ്ട് പോകാൻ എന്നെ കൊണ്ടും പറ്റത്തില്ല, നീയും കൂടെ വരുവാണ് അവനെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞാൽ എടി എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്, അവൻ തലമുടി വെട്ടാൻ പോവാന്ന്. അന്നിപ്പോൾ അവൻ തന്നെ പോയാൽ ആരെങ്കിലും കൂട്ടുകാരെ കിട്ടിയാൽ ആ കൂട്ടത്തിൽ പോകും. പിന്നെ അതുകൊണ്ട് നീ ഒരു കാര്യം നീ പോവുകയാണെങ്കിൽ അവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകും, നീ അവൻ 2 തേര് പറഞ്ഞാൽ അവനെ കേട്ടുള്ളൂ, അപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ ഓടി വന്നു, ഇവിടുന്ന് വന്ന് അമ്മ എപ്പോഴാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു പോകാം. അപ്പം പറഞ്ഞു ഞാൻ അമ്മ സിന്ധുവമ്മ എന്നോട് പറഞ്ഞാൽ വിട്ടത്, മുടി വെട്ടണമെന്ന് പറഞ്ഞാൽ വിട്ടത്, അതുകൊണ്ട് ഞാൻ അതിനും കൂടെ വന്നത്. ഞാൻ പറഞ്ഞു ശരിയല്ല, ഞാനോട് അവൾ വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് ഞാനും ഇവനും കൂടെ പള്ളിക്കത്തോണ്ട് പോകുന്നു. അപ്പം മാവേലി സ്റ്റോറിൽ ചെന്ന് ഞാൻ സാധനം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഇവനോട് പറഞ്ഞു എടാ നീ ഇവിടെ നിൽക്കണം, നീ പോയി തലമുടി വെട്ട്, ഇല്ല താമസമാണ്, എനിക്ക് വീട്ടിൽ ചെന്ന് കഴിയും പണിയുള്ളൂ, പിന്നെ നിന്റെ തലമുടി വെട്ടുന്നിടത്ത് പിന്നെ നോക്കി നിൽക്കണ്ടേ, അതുകൊണ്ട് നീ പോയി തലമുടി വെട്ട്, ഞാൻ സാധനം എടുത്തു വെക്കണം. ഞാൻ സാധനം എല്ലാം മേടിച്ചുകൊണ്ടിരുന്ന് മേടിച്ച് പച്ചക്കറിക്കടയിൽ വന്ന് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നപ്പം ഇവൻ എന്നെ ഫോൺ വിളിച്ചപ്പോൾ അമ്മ എവിടെ, ഞാനും തലമുടി വെട്ടിക്കഴിഞ്ഞ് എവിടെ നിൽക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞേടാ ഞാനിവിടെ പച്ചക്കറി കടയിൽ നിൽപ്പുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ വന്ന് സാധനമൊക്കെ മേടിച്ച് അപ്പോൾ ഇവൻ ഞാൻ മീൻ മേടിക്കാൻ പോയപ്പോൾ ആ പുറകെ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞു നീ ഓട്ടോയ്ക്ക് കാത്തിരുന്നാൽ മതി പിന്നെ. പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല. ഇവൻ എൻ്റെ പുറകെ മീൻ കടയിൽ വന്നു. മീൻ കട വന്നിട്ട് കടയിലെല്ലാം ഇങ്ങനെ ആകമാനം നോക്കി വെച്ച് പറയാം ആ കടയെല്ലാം ആകെ മാറിപ്പോയി അല്ലേ ചേട്ടാ,
അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നാ പറഞ്ഞു, മീൻ കടക്കാരൻ പറഞ്ഞു അത് നീ തലമുടി മുട്ട അടിച്ചേക്കുന്നുണ്ട് തോന്നിക്കുന്നതാന്ന് പറഞ്ഞു. ഞാൻ എന്നോട് ചോദിച്ചു നീ എന്നത്തിരി ആവശ്യമില്ലാത്തതെല്ലാം പറയാം ഇവരെടുത്തോലും പറയും ഇപ്പം പട്ടാളക്കാരനല്ലെന്ന് പറഞ്ഞു. ഞാൻ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാം പിന്നെ ഒരു വട്ടനാണെന്ന് ധരിച്ചോട്ടെന്ന്. ഞാൻ പട്ടാളക്കാരനൊന്നുമല്ല ചേട്ടൻ അത് ഓർക്കണ്ട എന്നാൽ മീൻ കടക്കാരനോട് പറഞ്ഞു. അപ്പോൾ ആ മീൻ കടക്കാരൻ ഞങ്ങൾ ചിരിച്ച് കാണിച്ചു. അത് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് എന്നാടാ കുഴപ്പം, നീ പോയി വണ്ടി ഇരിക്കാൻ വീട്ടിൽ പോയി ഞാൻ സാധനം മേടിച്ചാൽ വീട്ടിൽ വന്നത്. ഇവനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ പിന്നെ ഓർത്ത് വേറെ സാധനം എനിക്ക് മേടിക്കണമായിരുന്നു. പക്ഷെ ഇവനിങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഇവന് മറ്റുള്ളവരുടെ എന്താ ഇവനോട് പറയുന്നത് എനിക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഈ ബാക്കി സാധനം പിള്ളേരെ കൊണ്ട് മേടിച്ചോളാം. നമ്മൾ ഞാനും ഇവനും കൂടെ ഓട്ടോയ്ക്ക് വീട്ടിൽ വന്നപ്പം ഇവനങ്ങാണ്ട് 200 രൂപ ഇവൻ്റെ തലമുടി വെട്ടാനും കൊടുത്തു, 50 രൂപ എൻ്റെ അമ്മയ്ക്ക് മുറുക്കാനും മേടിച്ചു കൊടുത്തിട്ട്. പക്ഷേ ഇതിന് 200 രൂപ തലമുടി വെട്ടിയാലും കൊടുത്തെന്ന് ഇവൻ പറയുന്നത്. ഞാൻ ഒരു കുറേ പോയില്ലല്ലോ. 50 രൂപ കൊടുത്ത് ഇവന് ഒരു ലോട്ടറി എടുത്തുന്നു. അപ്പോൾ അമ്മയ്ക്ക് മുറുക്കാൻ വേണം. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ മേടിച്ചോളാം എന്നും പറഞ്ഞ് ഞാൻ മേടിച്ച് ഈ മുറുക്കാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഞാൻ കൊടുത്തു. എന്നാൽ നീ ഇതും കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഇവൻ പറഞ്ഞു അത് പിന്നെ തത്തമ്മേന്ന് അമ്മേനെ വിളിക്കണേ, തത്തമ്മ ഇച്ചിരി കഴിഞ്ഞ് കുടിക്കാൻ മതി എന്ന് പറഞ്ഞു. ചേച്ചിനെ വിളിക്കുന്നത് തത്തമ്മേന്നാ? അല്ല, എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ചേച്ചിയുടെ അമ്മേനെ അങ്ങനെ വിളിക്കുന്നത്, പിള്ളേരെല്ലാം അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മുറിക്കാൻ മതി എന്ന് പറഞ്ഞു. എന്നിപ്പോൾ ഞാൻ പറഞ്ഞു എടാ നീ ഇത് കൊണ്ട് കൊടുക്കണേ ഇറക്കാം, കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു ഇല്ലമ്മ ഇച്ചിരി കഴിയട്ടെ എന്നാൽ ശ്യാമു കേട്ടോ, ശ്യാമു വന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. ശ്യാമു എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോനെ. അവൻ വരട്ടെ, അവൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് 5:30 ആയപ്പം എൻ്റെ മൂത്ത മോനെ പണിയും കഴിഞ്ഞ് വന്നു. അപ്പോൾ അവനോട് ചോദിച്ചാൽ എവിടെ ആയിക്കോട്ടെ പണി. അപ്പോൾ അവൻ പറഞ്ഞ് ഞങ്ങൾ എവിടെ ഏതോ പൊൻമൂത്തോ പാമ്പാടിയിലോ എവിടെ വരുന്ന പരിപാടി. അവനതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒന്നും വേണ്ടിയില്ല. അപ്പോൾ എൻ്റെ മൂത്ത മോൻ പറഞ്ഞു അമ്മേ ഇവന് ഇവിടെ ഇരുന്ന് ഇവിടെ കിടക്കാനാണോ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞടാ അല്ല സുഖമ്മ വിളിച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ മുന്നോട് പറഞ്ഞടാ നീ ഇതും കൂടി ചെല്ലും, അവൻ വന്നല്ലേ ഏതായാലും കണ്ടില്ലേ എന്നാൽ ഇതും കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പൊക്കോളാം, അമ്മ എന്നെ എതിർത്തി വെക്കുന്നത് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നീ ചെല്ല്, അവൾ അവിടെ കിടന്നിട്ട് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ വിളിച്ച് കണ്ണമ്മോനെ നീ എവിടെയാണെന്ന് ചോദിച്ച് വിളിച്ച്. അപ്പോൾ തന്നെ ഇപ്പം പറഞ്ഞു ഞാൻ ബിന്ദുമ്മയുടെ കൂടെ ഉണ്ട് അന്ന് എളുപ്പം വരാൻ പറഞ്ഞു. അപ്പം പറയാം രാത്രി ആയില്ല ഞാൻ ഇനിയിപ്പോൾ എങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞാൽ രാത്രിയൊന്നും ആയില്ല 6 മണി ആയതേ ഉള്ളൂ, നിനക്ക് പോകത്തില്ലെന്ന് ചോദിച്ചു. പറയാം രാത്രിയായി എനിക്ക് പേടിയാമേ പോകാനെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നീ കൊലപാതരാതിക്കൊക്കെ നടക്കുന്നവനാ, കണ്ടവന്മാരെല്ലാം കൂടുതൽ ഇങ്ങനെ കൂട്ടുകൂടി ആ പാതിരാത്രിക്കൊക്കെ അവിടെ വീട്ടിൽ ചെല്ലും. അപ്പം നിനക്ക് പേടിയില്ല, ഇപ്പം ഈ 6 മണി ആയപ്പോഴാണ് നിനക്ക് പേടിയെന്ന് ചോദിച്ചു. ഇത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പം പോകത്തില്ല, ഇവൻ എങ്ങനെ ഇരിക്കുക. അപ്പം അതിന് പിന്നെ പിന്നെ തെരി നമ്മൾ വിളിക്കുന്നുണ്ട് നീ ഇങ്ങോട്ട് വാടാ. എന്നിപ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാടാ നീ ഇങ്ങോട്ട് വാടാ എന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പോകുന്നില്ല. എന്നിപ്പോൾ തന്നെ എൻ്റെ മൂത്തവൻ പറഞ്ഞു അമ്മേ ഇവനിവിടെ കിടന്നാൽ എനിക്ക് നാളെ പണിക്ക് പോകണ്ടേ, ഇവൻ രാത്രി കിടത്തി ഉറക്കത്തില്ല. അപ്പം ഈ ടച്ചിങ് വീട്ടിന് പോയിക്കൊണ്ട് ഒരിടയ്ക്ക് മൊത്തം മില്ലിങ്ങല്ലേ കിടന്നിട്ടിരുന്നത്, വേറെ പണിക്കാർ കൂടുതൽ അവിടെ കിടന്നത്. അപ്പോൾ അവരൊക്കെ ഇവനോട് പറഞ്ഞു, എൻ്റെ മൂത്തവനോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ രാത്രി കിടന്ന് ഉറങ്ങത്തില്ല, ഓരോന്നൊക്കെ പറഞ്ഞ് പുറകോട്ടും പിന്നെ കഞ്ചാവ് വലിച്ചും ഇങ്ങനെയൊക്കെ നടക്കുക, നമ്മളെ കൂടെ കിടത്തി ഉറക്കത്തില്ല, അതുപോലെ സ്വഭാവം ഇവനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോ ഇവൻ പറഞ്ഞാൽ അമ്മ ഞാനിവിടെ കിടക്കുന്നില്ല, ഞാൻ എന്നാൽ മില്ലിങ്ങിൽ പോയി അവന്മാരുടെ കൂടത്തിൽ കിടന്നോളാം, അവിടുന്ന് രാവിലെ പണിക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഇവനോട് പറയണ്ട ഞാനവിടെ പോയെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചെയ്യുന്നു പറഞ്ഞു. എന്നിട്ട് ഇവൻ എൻ്റെ മൂത്തവൻ പകുതിക്കായിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഒരു കാര്യം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ആയുധങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചോണമെന്ന് പറഞ്ഞു. കാരണം ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നല്ലേ എൻ്റെ മൂത്ത മോൻ പറഞ്ഞു അമ്മ ശ്രദ്ധിച്ച് കിടക്കണം, ആയുധമൊക്കെ എടുത്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരിയാന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോൻ വീട്ടിലുണ്ട്, അവന് 20 വയസ്സുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ ഫോണിൽ ഗെയിം കളിയുണ്ട്, PUBG അങ്ങനത്തെ വെടിവെപ്പൊന്ന് കളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അതും കളിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഇത്ര കൊല്ലത്തി തോട്ടമാണ്, വേറെ ഒരാടെ പറമ്പാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇവൻ ഇത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 10:30 ആയപ്പോൾ ഞാൻ എന്നപ്പോൾ അവനോട് വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടാ ഞാൻ കിടക്കാൻ പോവാം, വന്ന് കിടക്കാൻ പോവാം. അപ്പോൾ അവനോട് അവൻ പറഞ്ഞു അമ്മ എന്നാൽ കിടന്നു, ഞാൻ കയറി വന്ന് കിടന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ് അണയ്ക്കണ്ടെന്ന് അവൻ പറഞ്ഞു. അപ്പം ഇല്ല, മുറിയിലൊക്കെ ലൈറ്റ് കിടക്കുക, വെളിയിൽ മുറ്റത്തെ എല്ലാം ലൈറ്റ് കിടപ്പുണ്ട്. ഞാൻ അന്നിപ്പോൾ ഈ കൊന്നവനോ എൻ്റെ മോൻ കിടക്കുന്ന കട്ടില്ല അങ്ങനെ മുറിയിലും കിടപ്പുണ്ട്. അത് കണ്ടിട്ട് ഞങ്ങൾ കിടന്ന്. അപ്പം എല്ലാ മുറിക്കും കഥകൊന്നുമില്ല, ഞങ്ങൾക്ക് ചെറിയ ഷെഡ് കൊണക്കത്തെ മുറിയാണ്. അപ്പം അങ്ങനെ കഥകൊന്നുമില്ല. അങ്ങനെ കിടന്ന് രാത്രിയായപ്പം 11 മണിയായി. അപ്പോൾ ഇളയ മോൻ തോട്ടത്തിൽ നിന്നുകൊണ്ട് കളിക്കുക. അപ്പോൾ ഇവൻ കളിയിൽ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വെച്ചാൽ എഴുന്നേറ്റ് വന്ന് പതുക്കെങ്ങാണ്ട് നോക്കി കാണുമായിരിക്കും ഞാൻ ഉറങ്ങിയോ ഇല്ലയോ അത്. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനത്തെ ഇവൻ എൻ്റെ അടുത്ത് തന്നെ പതുക്കെ വന്ന് ഇങ്ങനെ കട്ടിലേ വന്ന് അങ്ങ് ഇരുന്നു. ഈ അരവിന്ദ് വീണ്ടും അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവൻ എൻ്റെ അടുത്ത് വെച്ചാൽ അപ്പം ഞാൻ നല്ലപോലെ ഉറങ്ങിപ്പോയില്ലേ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാലിൽ ആരോ ഇങ്ങനെ കൈ കൊണ്ട് തോടുന്ന പോലെ. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇവൻ ഞാൻ ചാടി എഴുന്നിട്ട് ഞാൻ തെറിയും പറഞ്ഞോണ്ട് ചാടി എഴുന്നേക്കാം. അപ്പോൾ ഇവനിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ തലയൊക്കെ മുട്ട അടിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെന്നോടെ ഇവിടെ. അപ്പോൾ ഇവനിങ്ങനെ കൈ കൊണ്ട് വെച്ചു അല്ലേ വേണ്ട
എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു പിടിക്കുക. അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് എന്നടാ കുഴപ്പമൊന്നും ചോദിച്ചു. അപ്പം ഞാൻ ഇവനെ ചീത്ത വിളിക്കുന്നത് എൻ്റെ മോൻ അവിടെ തോട്ടത്തിൽ നിന്നുകൊണ്ട് കിട്ടി. അവൻ ഒറ്റ ചാളത്തിന് ഓടി വന്നു. ഓടി അപ്പം ഗെയിം കളിയാണെങ്കിലും അവനെ ശ്രദ്ധിച്ചായിരുന്നു. ഓടി വന്നു എന്നെ അമ്മയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഒന്നുമില്ല, അവനെ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇടാനാണ് പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞ് അല്ല എന്തോ ഉണ്ട്, എന്നെ അമ്മ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവനൊന്നും അറിയാത്ത പറ്റി പോയി കട്ടിലോട്ട് അങ്ങ് കിടന്നത്. അപ്പോൾ അമ്മ കാര്യം പറയാമെന്ന് പറഞ്ഞു. എന്നാ കുഴപ്പം ഇവിടെ എന്നാ സംഭവിച്ച് പറയാൻ പറയും. അമ്മ എന്നെ അതിന് അച്ഛമ്മ ചീത്ത വിളിക്കുകയല്ലേ, എന്തോ കാര്യം എന്താ അമ്മ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഇളയ മോനെ എടുത്ത് കഴിഞ്ഞ് പെട്ടെന്ന് മുറ്റത്തോട്ട് ഇറങ്ങി നിന്ന് മൂത്തവനെ വിളിച്ച്. അവൻ അമ്മിൽ ഇങ്ങനെ കിടക്കാൻ പോയല്ലോ. അവനെ എടുത്തിട്ട് പറഞ്ഞു നീ എളുപ്പം വീട്ടിലോട്ട് വരണം, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ശരത്ത് എന്തോ പണി ഒപ്പിച്ചത്. അപ്പം അങ്ങനെ ഇവർ വിളിക്കുന്നത് ശരത്തെന്ന്, ശരത്ത് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്, നീ പെട്ടെന്ന് വീട്ടിലോട്ട് വരണോട്ടാന്ന് പറഞ്ഞു. എന്നപ്പോഴത്തേന് ഞാനിത് അറിയുന്നില്ല അവനെ വിളിക്കുന്ന കാര്യം. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തേച്ച് ഇവളെ വിളിച്ച്. അവളെ വിളിച്ചിട്ട് ഫോൺ ഇവിടെ റേഞ്ച് ഇല്ലാത്ത ഒരു ഏരിയ ഇവിടെ. അപ്പോൾ ഇവളെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. പരിധിക്ക് പുറത്താ, പരിധിക്ക് പുറത്ത്. ഞാൻ പെട്ടെന്ന് പിന്നെ അമ്മേനെ വിളിച്ച്. അപ്പോൾ അമ്മേനോട് ചോദിച്ചു എന്നാ മോനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മയെ അവിടെയും ഒന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ ഇങ്ങനെ കള്ളപ്പെട്ട് കടന്ന് കിടക്കുക. അമ്മേനോട് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞു അമ്മയെ പെട്ടെന്ന് അവിടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവിടെ അപ്പോൾ ഇവിടെ ഉറക്കപ്പിച്ചോട് കൂടി ചോദിച്ചു എന്നെ അടിപെണ്ണേന്ന്. അങ്ങനെ എന്നെ വിളിക്കുന്നത് എന്നെ അടിപെണ്ണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പെട്ടെന്ന് പിന്നെ ഇവിടെ വരെ വരണം, ശരത്തിനെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ എൻ്റെ പിള്ളേരുടെ കൈയും കൊണ്ട് അവൻ തീരും. അപ്പോൾ അവൾക്ക് എന്തോ കാര്യം മനസ്സിലായി. അവൾ അന്നേരപ്പത്തേന് പെട്ടെന്ന് പറഞ്ഞു വേടി ഞാൻ എങ്ങനെ വരുന്നേന്ന് ചോദിച്ചു. അവനെ ഇങ്ങ് പറഞ്ഞു വിട്ടേര് ഞാൻ വരുന്നേന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ രാത്രിക്ക് പോകുകയല്ലെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ വരത്തില്ല, അവന് പേടിയാണെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ പേടിയൊന്നുമല്ല, നല്ല പേര് പോകുന്നതിൻ്റെ കുഴപ്പം ഞാനിങ്ങനെ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് നീ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചിട്ട് ഞാനെങ്ങനെ വരും, വണ്ടി പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയാം അത് കുഴപ്പമില്ല, ഞാൻ വണ്ടി പറഞ്ഞു വിടാം, നീ പെട്ടെന്ന് ഇവിടെ വന്ന് ഇവനെ കൊണ്ടുപോയോ ഒക്കുള്ളത് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ സമയം 11:30 അത്രയൊക്കെ ആയില്ലേ. അത്രയൊക്കെ ആയി. അപ്പൊ ഇവനെല്ലാം കരുതി കൂട്ടിയാ. പക്ഷെ ഇവൻ പറയുന്നത് ഇവൻ മെന്റലിനെ ചികിത്സിക്കുന്നോ അങ്ങനെയൊക്കെയാണെന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു കേസ് കിട്ടുമില്ല അവൻ. ഇവൻ കരുതി കൂട്ടി തന്നെ അവളെ അങ്ങനെ അഭിനയമാണത്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് അതന്നെ കേൾക്കണം. എന്നിട്ട് ഇവൻ പെട്ടെന്ന് എന്നിട്ട് ഞാൻ അവളെ വിളിച്ച് അവൾ എന്നിട്ട് പറഞ്ഞു എന്നാ വണ്ടി പറഞ്ഞു വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ളൊരു വണ്ടിക്കാരനെ പറഞ്ഞു വിട്ടേച്ച് പറഞ്ഞു പെട്ടെന്ന് അവളോട്ട് ഇല്ല, അവളവിടെ വന്ന് നിൽപ്പുണ്ട്, അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വണ്ടിക്കാരനെങ്കിൽ പോന്നു. ഓർന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഇവനെന്തോ പെട്ടെന്ന് അടുക്കളയിലോട്ട് ചെന്ന് ഒരു പാത്രം വെള്ളം എടുത്താൽ കുടിച്ചു. ഇവനിങ്ങനെ പരവേശം പോലെ സ്വന്തം വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ടില്ല, അവിടെ വെച്ച്. അപ്പൊ ഇവള് വന്നില്ലേ, ലോട്ടോയ്ക്ക് വരണ്ടേ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അമ്മയും ഇവളും വരുന്നതിന് മുമ്പേ എൻ്റെ മൂത്ത മോൻ ഓടി വന്നു. അപ്പം മില്ലിന് ഒത്തിരി 1 കിലോമീറ്റർ അകലേ ഉള്ളൂ. അവൻ കിടക്കാൻ പോയി. അനിയൻ കൊച്ചു വിളിച്ചു വരുത്തി. അവനും അവൻ്റെ എൻ്റെ അനിയൻ്റെ ഒരു മോനും കൂടെ, അവന്മാർ 2 പേരും കൂടെ ഓടി വന്നു. അപ്പം വന്നു തന്നെ എന്നെ അമ്മ പ്രശ്നമൊന്നും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഒന്നുമില്ല. അപ്പം എനിക്ക് തോന്നി ഇവന്മാർ അടിക്കുന്നതന്നെ അല്ലായിരിക്കും വേറെ എന്തെങ്കിലും രീതി ചെയ്തു പോയി കഴിഞ്ഞാൽ അതായിരുന്നു നല്ലത്. ഇന്ന് ഇപ്പോഴും തോന്നുന്നു കേട്ടോ. കാരണം അവന് വിഷം കയറി കിടക്കുക. ചേച്ചി മറ്റുള്ളവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോയാലോ എന്ന് അവന്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അത് കാരണം മുൻകൂറായിട്ട് ചേച്ചി നോട്ടപ്പള്ളിയാണ്. എന്നിട്ട് പെട്ടെന്ന് പിന്നെ ഇങ്ങനെ മൂത്ത മോന്നെന്ന് വെച്ച് ചോദിച്ചു എന്നാ പ്രശ്നം. അപ്പൊ ഇവനൊന്നും മിണ്ടുന്നില്ല. ഇവൻ കാമുന്ന പോലെ ഉറങ്ങിയ പോലെ തന്നെ കിടക്കുക, കട്ടിലെ തന്നെ കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഇവൻ ഉറങ്ങുന്നൊന്നുമില്ല. അപ്പൊ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും. അപ്പം പിന്നെ ഇവനെ ഉറങ്ങുന്നൊന്നുമില്ല, ഇവൻ ഇതിലൂടെ നടക്കുക, അതുകൊണ്ട് സിന്ധുവമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതല്ലല്ലോ വേറെ എന്തോ പ്രശ്നമാണല്ലോ അവൻ പറഞ്ഞെന്ന് പറഞ്ഞു. അവന് അനിയനെ കൊച്ചവനെന്ന് വിളിക്കുന്നത്. കൊച്ചവൻ അങ്ങനെയാണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞടാ ഒന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നി ഇവന്മാര് 3 പേരില്ലേ, ഇവനെ ഒറ്റ അത് തന്നെയല്ലേ ഇവന്മാര് എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ മുഖത്തല്ലേ നോക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുക. സ്വന്തം മകന് ഒരവസ്ഥയാ. അപ്പൊ ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയി ഞാൻ ഈ അനിയത്തിയുടെ കണ്ണുനീരും കാണണ്ടേ. അങ്ങനെയൊക്കെ ഒരു വെപ്രാളമായിപ്പോ. അതിപ്പത്തേനും ഞാൻ പറഞ്ഞ മോനെ ഒന്നുമില്ല, ഇവൻ ഇതുപോലെ ഉറങ്ങുന്നില്ല, അത് കാരണം എങ്ങനെ പേടിച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നേ. അതുകൊണ്ട് സുന്ദരമ്മയെ വിളിച്ച് പറഞ്ഞു വിടാനാണ് പറഞ്ഞത്. അപ്പൊ അവനുണ്ട് മൂത്തവനുണ്ട് ചോദിച്ചു അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളടാ. അമ്മ അല്ല അത്ര ഒന്നും അല്ല. പിന്നെ എന്നതിന് അമ്മ അവനെ തേറി വിളിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു അത് അത്രേ ഉള്ളടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നത്തില്ല സിന്ധുവമ്മേനെ വിളിച്ച് വരുന്നത്. ഞാൻ പറഞ്ഞു ഇവൻ കിടന്നുറങ്ങുന്നില്ല, സിന്ധുവമ്മയെ വിളിച്ച് പറഞ്ഞാൽ അവിടെ പോയി കിടന്നുറങ്ങട്ടെ, അവരെ ഉറക്കളിച്ചിരുന്നാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞില്ല അനിയത്തി അമ്മയും കൂടെ വരുന്നു.
അപ്പൊ ഇവള് കേറി വന്ന അവരുടെ അമ്മയുണ്ടോ കൂടെ? അമ്മ അതിന്റെ ഇവിടെ അമ്മ ഈ സിന്ധുവിന്റെ വീട്ടിലുണ്ടായിരുന്നോ? സിന്ധു ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് അമ്മ പോകുന്ന പെൻഷൻ മേടിക്കാൻ വീട്ടിലോട്ട് പോകുന്നത്. ഈ അമ്മയോട് ചേച്ചി ഇവന്റെ ഈ അരവിന്ദന്റെ കാര്യം ഈ അമ്മയോട് ചേച്ചി ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. പക്ഷെ അത് ഈ സിന്ധു വിശ്വസിക്കില്ലായിരുന്നു. ഈ അമ്മയും പറഞ്ഞിട്ടുണ്ടോ? ഈ സിന്ധുവിനോട് പറഞ്ഞിട്ടുണ്ടോ മോന് ഈ അരവിന്ദന്? അതല്ലേ, ഈ അരവിന്ദന് ഇങ്ങനെ ചെറിയ സ്വഭാവം ഉണ്ട്, ചേച്ചിയുടെ അടുത്ത് ശല്യത്തിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. എടി അമ്മ ഇവിടെ വന്ന് ഒരിടയ്ക്ക് ഇവിടെ ആയിരുന്നു. അവിടെ നിന്നിട്ട് ഇപ്പൊ അമ്മയോട് പറഞ്ഞു അമ്മ ഡ്രസ്സ് മാറുമ്പോഴില്ല ഇവൻ മുടിഞ്ഞും പാതും ഒക്കെ നോക്കുന്നുണ്ട്. ഇവൻ നോക്കുന്നുണ്ട്. ഈ അമ്മ അമ്മ പറഞ്ഞു മോനെ അവന്റെ സ്വഭാവം വല്ലാത്തയാ, അവനിങ്ങനെ അമ്മ ഡ്രസ്സ് മാറുമ്പോ അമ്മ ഡ്രസ്സ് മാറുമ്പോൾ ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെന്തോ പറഞ്ഞു ഞാൻ ഈ കട്ടനടയ്ക്ക് ഇവിടെ മുറി ഇങ്ങനെ കർട്ടനായിട്ടാ വലിച്ചു കിട്ടിയത്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു. പക്ഷെ അനീത്തിയോട് പറഞ്ഞു, അനീത്തി അത് വിശ്വസിക്കുകയല്ല. അപ്പൊ അമ്മയോട് പറഞ്ഞു മോനെ ഇത് കൊണ്ടൊക്കെ അവൻ ഞാൻ ഡ്രസ്സൊക്കെ മാറുമ്പോൾ അവൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയെ അത് സൂക്ഷിക്കണം, അവിടെ നിൽക്കുന്നുണ്ട്, അമ്മയെ അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് അത് അമ്മ അതുകൊണ്ടാണ് പിന്നെ ഇവിടുന്ന് പോകുന്നതും വാടകയ്ക്ക് പോകുന്നതും. അവളോട് പറഞ്ഞിട്ട് അവളത് വിശ്വസിക്കുന്നില്ല. അത് കാരണം പിന്നെ അമ്മ തന്നെ സ്വയമേന്ന് ഇവിടുന്ന് അങ്ങ് മാറുമായിരുന്നു. എന്നിട്ട് ആണെങ്കിൽ അവൾ പറഞ്ഞത് എൻ്റെ കണ്ണമ്മോൻ അങ്ങനത്തെ ഒരു ദുഷിച്ച സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞേ. ഈ പുക വലിക്കും എന്നുള്ള കുഴപ്പമുള്ളൂ, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അവിടെ എനിക്ക് അങ്ങനെ ആയിരിക്കും, നമുക്കതറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആണെങ്കിൽ പിന്നെ അനീതി വന്ന് ഇവനെ വേറി പരിക്കകത്ത് കയറി കട്ടിലെന്ന് വലിച്ച് എടുത്ത് അവനിട്ട് അടിച്ചു. മകനിട്ട് അടിച്ചു. ഇല്ല അന്നേരം പറഞ്ഞില്ല. അപ്പൊ തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യമില്ല. എന്റെ മക്കൾ രണ്ടുപേരും അടുത്ത്